ഹലോ ഡിയേഴ്സ്, ഇതൊരു ബിഗിനേഴ്സ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ആ വീഡിയോസിൻ്റെ അകത്ത് നിന്ന് കുറേ ഡൗട്ട് ചോദിക്കാറുണ്ട്. അല്ലാന്നാണെങ്കിൽ അവർ ചെയ്യുന്ന കേക്ക്സിൻ്റെ ഡൗട്ട് നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാറുണ്ട്. പിന്നെ ഓരോരോ കേക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ കാണിച്ചിട്ട് റേറ്റൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇടണം എന്നറിയില്ല എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ഈ ഒരു റെയിൻബോ കേക്കിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം അതെങ്ങനെയാണ് ആ ഒരു നേരിട്ട് കളറ് നമ്മളുടെ ക്രീമിലേക്ക് കൊടുക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചു. നമ്മൾ അതിൻ്റെയൊക്കെല്ലാം വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് അവർക്ക് ക്ലിയർ ആവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ വീഡിയോൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും പിന്നെയും ഒരുപാട് പേര് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ടോൾ കേക്കിൻ്റെ കാര്യം, പിന്നെ കളർ ചെയ്യുന്നതിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നാൽ പിന്നെ എന്താ പറയുക, നമ്മളുടെ വീഡിയോസൊക്കെ കൂടുതലും കാണുന്നത് ഒരു ബിഗിനേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതി ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. കേക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവർ ക്ഷമിക്കുക, ഇത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇട്ടേക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാലും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കണ്ടുപോണേ. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മെയിൻ ഡൗട്ട്, ടോൾ കേക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്, എത്ര ഇഞ്ചിൽ ചെയ്യണം, എത്ര kg എത്ര ഇഞ്ചാണെന്നൊക്കെ. അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ എത്ര ഹൈറ്റിൽ വേണമെങ്കിലും കേക്ക് റെഡിയാക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ ഒരു കേക്കിൻ്റെ കാണാനുള്ളൊരു ഭംഗിയായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോൾ കേക്കിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് 1 kg നമുക്ക് ടോൾ കേക്ക് ചെയ്യാം, 5 ഇഞ്ചിൽ ചെയ്യാം. പിന്നെ 1.5 kg കേക്ക് ആണെങ്കിൽ 6 ഇഞ്ചിൽ ചെയ്യാം. പിന്നെ നമ്മളുടെ 2 kgയുടെ കേക്ക് ആണെങ്കിൽ 6.5 ഇഞ്ചിൽ ചെയ്യാം. ടോൾ കേക്കിൻ്റെ കാര്യമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടോളാക്കണ്ട, എന്നാലൊരു ഹൈറ്റ് തോന്നുകയും വേണം എന്നാണെങ്കിൽ നമുക്കിപ്പോൾ 1 kg കേക്ക് 6 ഇഞ്ചിൽ ചെയ്യാം. പിന്നെ 1.5 ഇഞ്ചിൻ്റെ കേക്ക് 6.5 ഇഞ്ചിൽ ചെയ്യാം. പിന്നെ 2 kgയുടെ കേക്ക് 7 ഇഞ്ചിൽ ചെയ്യാം. അതും അത്യാവശ്യം നമുക്കൊരു ടോളായിട്ട് തന്നെ തോന്നും കേട്ടോ. ആദ്യം പറഞ്ഞ അളവുകളെന്ന് പറയുന്നത് നന്നായിട്ട് നല്ലൊരു ടോൾ കേക്കായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് പറയുന്നത് ഹൈറ്റ് ഉണ്ടാകും, ഒരു ഹൈറ്റുള്ള കേക്കായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ളൊരു ടിൻ സൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ വരുന്നത് ഈ ടിൻ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്ററും ഈ ഒരു നമ്മളുടെ മോൾഡും തമ്മിലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കേക്ക് നമ്മൾ ടോളായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു 2 ടിന്നെങ്കിലും ഒരേ സൈസിലുള്ളത് ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ 1 kgയുടെ ഒരു ബാറ്റർ ആണെങ്കിൽ അതുണ്ടാക്കിയിട്ട് ആ ഒരേ സൈസിലുള്ള, നമ്മൾ ഏത് സൈസിലുള്ള ടിന്നാണോ എടുത്തേക്കുന്നത് ആ സൈസിലുള്ള 2 ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ 1 kgയുടെ ഒരു ബാറ്റർ ഒരു ടിന്നിൽ ഒഴിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഹൈറ്റിനേലും കൂടുതൽ നമുക്ക് സെയിം ബാറ്റർ തന്നെ 2 ടിന്നിൽ ഒഴിച്ചാൽ കുറച്ചുകൂടെ ഹൈറ്റുള്ള നമുക്ക് സ്പഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ ലെയേഴ്സ് കിട്ടും, കേക്കിന് കുറച്ചധികം ഹൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, ഈ റെയിൻബോ കളർ ഇതുപോലെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നതെന്നാണ് കേട്ടോ. നേരിട്ട് അതും ക്രീമിൽ മിക്സ് ചെയ്യാതെ നേരിട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഇതുപോലെ സ്ക്രാപ്പറിൽ ആ കളേഴ്സ് ഇങ്ങനെ, നമ്മൾ ലിക്വിഡ് കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ജെൽ കളറല്ല. ആ ലിക്വിഡ് കളേഴ്സ് നമ്മളുടെ സ്ക്രാപ്പറിൽ നമ്മളിങ്ങനെ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ക്രീം വരുമല്ലോ, അപ്പോൾ ആ ക്രീമിലേക്ക് നമ്മളിങ്ങനെ ആഡ് ചെയ്യും. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ആദ്യം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കളർ ആദ്യം എത്തിക്കാൻ നോക്കുക. നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൊടുക്കുന്ന ഒരു ഭാഗത്ത് മാത്രമേ കളർ നന്നായിട്ട് ആവുള്ളൂ. അപ്പോൾ അതല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ പയ്യെ ടച്ച് ചെയ്ത് എല്ലായിടത്തും കളർ ഒന്ന് എത്തിച്ചതിന് ശേഷം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്ക്രാപ്പർ ഷെയ്ക്ക് ആവരുത് കേട്ടോ, ഒരുപാട് ഷെയ്ക്ക് ആവരുത്. അപ്പോഴാണ് നമ്മളുടെ കളർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഭയങ്കര മെർജായി വേറെ കളറൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ റെയിൻബോൻ്റെ ഒരു കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ റെയിൻബോ ആയിട്ട് ചെയ്തതല്ല, എനിക്ക് തന്നൊരു ഡിസൈനിൽ ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ റെയിൻബോൻ്റെ കളേഴ്സ് ചുമ്മാ ഇങ്ങനെ എടുത്ത് ചെയ്തതാണ്. കറക്റ്റായിട്ട് സ്ട്രൈപ്സ് പോലെ വരണം എന്നാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ ക്രീം, അതായത് നമ്മളുടെ ആ ഒരു സ്ക്രാപ്പറിലെ ക്രീമിലേക്ക് കറക്റ്റ് ആ ഒരു അളവനുസരിച്ചിട്ട്
ഡോട്ടായിട്ട് നമ്മൾ ലിക്വിഡ് കളേഴ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജെൽ കളറിൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല, കാരണം ജെൽ കളർ കുറച്ചുകൂടെ ഒരു ഹാർഡായത് കൊണ്ടിട്ട് ഇത്രയും സ്പ്രെഡ് ആവത്തില്ല, കുറച്ച് സമയം പിടിക്കും നായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ലിക്വിഡ് കളേഴ്സിലാണ് കറക്റ്റായിട്ട് നമുക്കിതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ റെയിൻബോ കളറിൻ്റെ കാര്യത്തിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ എന്ന് തോന്നുന്നു, ഇപ്പം മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ തന്ന ഓർഡറാണ്. അപ്പോൾ ഇതൊരു 1.5 kg വാനില കേക്കായിരുന്നു. സ്പൈഡർമാൻ തീം പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു കളറ് ഞാൻ തന്നെ ചെയ്ത ഒരു കേക്കിൻ്റെ മോഡലാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുവാണ്. അപ്പോൾ താഴെ ഇങ്ങനെ കുറച്ച് കളേഴ്സ് ഇങ്ങനെ പോയിട്ട് ടോപ്പിൽ നമ്മളുടെ സ്പൈഡർമാൻ്റെ എപ്പോഴും ചെയ്യുന്ന ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഗനാഷിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോഴേക്കും ഒരു വീഡിയോ അതൊരു 10K വ്യൂസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിനൊരു കോപ്പിറൈറ്റ് വന്നു. കാരണം നമ്മളിത് തുടങ്ങിയ സമയത്ത് ഇട്ടതായത് കൊണ്ടിട്ട് നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു കോപ്പിറൈറ്റ് വന്നത് കൊണ്ടിട്ട് ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു മെയിൻ പാർട്ടിലൊന്നും സൗണ്ടില്ല. ഞാനതെല്ലാം മ്യൂട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലുണ്ടാവില്ല. അതില്ലാതെ ഞാൻ ഈ ഇടയ്ക്കിട്ട ഒരു വീഡിയോ ഉണ്ട്, അതിൽ നമ്മളുടെ ഗനാഷിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഗനാഷിനെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും ഞാനതൊരു ഷോർട്സ് ആക്കി ഇടാൻ വെച്ച വീഡിയോ ആയിരുന്നു. നമ്മൾക്കിങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് കൊണ്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഗനാഷ് നമ്മൾ നോർമൽ ആ ഒരു ഗനാഷ് പോലെ തന്നെ എടുത്തതാണ്. അപ്പോൾ ചിലർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഗനാഷ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ സ്പ്രെഡായി പോകുന്നതാണ്. നമ്മളുടെ സ്പൈഡർമാൻ്റെ ഈ ഒരു വെബ് വരയ്ക്കുമ്പോഴേക്കും ഗനാഷ് ഇങ്ങനെ സ്പ്രെഡായി പോകുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നിങ്ങൾ അതിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ചാനൽ കാണുന്നത് കൂടുതലും ബിഗിനേഴ്സ് ആണെന്നാണ്. അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇത്രയും മെസ്സേജ് വരുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ആരെയും നിരാശരാക്കാറില്ലല്ലോ, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറില്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ വന്നിട്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ കളറിലെ ആ ഒരു ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചാൽ മതി. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് കുറേ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം ഒരുപാട് പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോയും വോയിസ് ഓവറൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിളിയും പട്ടിയും പൂച്ചയൊക്കെ കിടന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ, ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്